മഴ തോരും മുമ്പയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് മനു വരികയും മനു സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തിക്ക് ആൻറ്റിക്ക് അങ്കിളിനെ കാണണമെന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് ആരെയും കാണണ്ട, ആ തറവാട്ടിലുള്ള ആരും എന്നെ വന്ന് കാണണ്ട, എനിക്ക് ആരോടും സംസാരിക്കാനുമില്ല, ഒന്നും പറയാനുമില്ല എന്നൊക്കെ പറയുകയാണ്. ബാലചന്ദ്രൻ്റെ ഈ ഒരു പെരുമാറ്റം കണ്ടിട്ട് മനു തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അങ്ങളിന് പെട്ടെന്ന് പറ്റിയത്, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, എന്താ പറ്റിയത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് എല്ലാം സമയമാകുമ്പോൾ ഞാൻ തുറന്നു പറഞ്ഞോളാം, പക്ഷേ ഇപ്പോൾ ആരെയും കാണണ്ട എന്നൊക്കെ പറയുകയാണ്. പിന്നീട് ബാലചന്ദ്രൻ്റെ മക്കളൊക്കെ വന്ന് കാണുന്നുണ്ട്. ആ സമയത്തൊന്നും ബാലചന്ദ്രൻ വല്ലാതെ എതിർക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ വൈജയന്തിയെ കാണണ്ട എന്നാണ് പറയുന്നത്. മകൾ വന്ന് സംസാരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് അച്ഛനെ കാണണമെന്ന് പറയുന്നുണ്ട്. അച്ഛൻ എന്താ സമ്മതിക്കാത്തത്, അമ്മ വന്ന് കണ്ടോട്ടെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അവളെ കാണണ്ട, അവൾ എന്നെ കാണുകയും ഒന്നും വേണ്ട, എനിക്ക് സംസാരിക്കാനുമില്ല പറയാനുമില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് മനു ബാലചന്ദ്രൻ്റെ അടുത്തുനിന്ന് പുറത്തോട്ട് പോവുകയാണ്. പുറത്തോട്ട് പോയിട്ട് വൈജയന്തിയോട് കാര്യം പറയുന്നുണ്ട്. അങ്ങളുടെ അടുത്തോട്ട് എന്തായാലും ഇപ്പോൾ ആൻറ്റി പോകണ്ട, കാരണം അങ്ങൾ കാണണ്ട എന്നാണ് പറഞ്ഞത്, എന്താണ് കാരണം എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മനു അലീനയും കൊണ്ട് മുത്തശ്ശിയുടെ അടുത്തോട്ടൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി ബാലചന്ദ്രനെ എന്താ പെട്ടെന്ന് ഇങ്ങനെ പറ്റിയത്, എന്താ വൈജയെ കാണണ്ട എന്ന് പറഞ്ഞതൊക്കെ എന്താ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, മോന് ചോദിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചതാ, പക്ഷേ അങ്കിൾ ഇപ്പോഴൊന്നും പറഞ്ഞില്ല, പിന്നീട് പറയാമെന്നാണ് പറഞ്ഞത്, പക്ഷേ എന്തോ കാര്യമായിട്ട് അങ്കിളിന് പറ്റിയിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ പെരുമാറുന്ന ഒരാളല്ലല്ലോ, ശാന്തമായിട്ടുള്ള സ്വഭാവമുള്ള ഒരാളല്ലേ എന്നൊക്കെ പറയുകയാണ് മനു. അതേസമയം മക്കൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വൈജയെ കാണാൻ അനുവദിക്കുന്നില്ല. വൈജയുടെ പേര് പറയുന്ന സമയത്ത് തന്നെ പൊട്ടിത്തെറിക്കുകയാണ്. എന്നിട്ട് ഇഞ്ചക്ഷനൊക്കെ വലിച്ചൂരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് മയക്കി കിടത്തുകയാണ്. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഡിസ്ചാർജിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വൈജ അങ്ങോട്ടേക്ക് ബില്ലടയ്ക്കാനൊക്കെ ആയിട്ടുള്ള ബില്ലുമായിട്ട് വരുന്നുണ്ട്. ആ സമയത്താണ് ബാലചന്ദ്രനെ കാണുന്നത്. പക്ഷേ വൈജയെ കണ്ട ഉടനെ തന്നെ, ബില്ലൊക്കെ കയ്യിൽ കണ്ട ഉടനെ തന്നെ ബാലചന്ദ്രൻ്റെ ബില്ലടയ്ക്കാൻ ആരും ഇങ്ങോട്ട് വരണമെന്നില്ല. ബാലചന്ദ്രൻ്റെ അസുഖത്തിനുള്ള ബില്ലടയ്ക്കാനുള്ള പണമൊക്കെ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, ആരുടെയും മുമ്പിൽ കൈനീട്ടേണ്ട കാര്യം എനിക്കില്ല. തൽക്കാലം ആരും എൻ്റെ പണം അടയ്ക്കുകയോ എനിക്ക് വേണ്ടി ചിലവാക്കുകയോ ഒന്നും വേണ്ട, എന്നെ സംരക്ഷിക്കാനോ എൻ്റെ അടുക്കൽ വരാനോ ഒന്നും നിൽക്കണ്ട, ഇറങ്ങിപ്പോവാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയെ പായിപ്പിക്കുകയാണ്. എന്നിട്ട് അലീനയെ അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ കാര്യം ഇനി മുതൽ അലീന നോക്കിയാൽ മതി, എൻ്റെ ജീവൻ രക്ഷിച്ചത് അവളാണല്ലോ, അവളെൻ്റെ കാര്യം നോക്കിയാൽ മതി, മറ്റാരും എൻ്റെ അടുക്കലേക്ക് വരണ്ട, ആരുടെയും സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയെ ഓടിക്കുകയാണ്. ആ സമയത്ത് വൈജയ്ക്ക് എന്താ സംഭവിച്ചത്, ബാലചന്ദ്രൻ എന്താ സംഭവിച്ചത്, എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഒന്നും അറിയുന്നില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് സങ്കടമൊക്കെ വരുന്നുണ്ട്. പക്ഷേ അലീനയെ ബാലചന്ദ്രൻ കൂടുതൽ അടുപ്പിക്കുന്നതും എൻ്റെ കാര്യങ്ങൾ അലീന നോക്കിയാൽ മതി എന്ന് പറയുന്നതും വൈജയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ബാലചന്ദ്രൻ അലീനയെ വെച്ച് പ്രതികാരം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.